നമസ്കാരം. ഇന്ന് ജൂലൈ 28 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സ് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ന് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ന്യൂസിലാൻഡ് കയാക്കേഴ്സ് സ്റ്റീൽ ദ ഷോ അറ്റ് ദ 11th എഡിഷൻ ഓഫ് ദി മലബാർ റിവർ ഫെസ്റ്റിവൽ. മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 11ാമത് പതിപ്പിൽ ന്യൂസിലാൻഡ് കയാക്കന്മാർ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 11ാമത് പതിപ്പ് 2025 റാപ്പിഡ് രാജ, റാപ്പിഡ് റാണി എന്നീ കിരീടങ്ങൾ നേടിയത് ആരാണ്? റയാൻ ഒ കോണറും റാറ്റ ലോവൽ സ്മിത്തും. ന്യൂസിലാൻഡ് കയാക്കേഴ്സ് ആയിട്ടുള്ള റയാൻ ഒ കോണർ, റാത്ത ലോവൽ സ്മിത്ത് എന്നിവരാണ് ഈ പ്രാവശ്യത്തെ മലബാർ ഫെസ്റ്റിവലിലെ, അതായത് 11ാമത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിലെ റാപ്പിഡ് രാജ, റാപ്പിഡ് റാണി എന്ന കിരീടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. മലബാർ റിവർ ഫെസ്റ്റിവൽ 2025 11ാം പതിപ്പിൽ പുരുഷ വിഭാഗത്തിൽ 2-3 സ്ഥാനങ്ങൾ നേടിയത് ആരാണ്? ചിലിയുടെ കിലിയൻ ഇവേലിയും ഉത്തരാഖണ്ഡിലെ അർജുൻ സിംഗ് റാവത്തുമാണ്. ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ കയാക്കർ ആണ് അർജുൻ സിംഗ് റാവത്ത്. ഉത്തരാഖണ്ഡ് സ്വദേശിയായിട്ടുള്ള അർജുൻ സിംഗ് റാവത്തും ചിലി സ്വദേശിയായിട്ടുള്ള കിലിയൻ എവ്ലിക് ആണ് 2-3 സ്ഥാനങ്ങൾ 11ാമത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിൽ നേടിയിട്ടുള്ളത്. റാപ്പിഡ് രാജ, റാപ്പിഡ് റാണിയാണെങ്കിൽ റയാൻ ഒ കോണൂർ, റത്ത ലോവൽ സ്മിത്ത് ആണ്. മലബാർ റിവർ ഫെസ്റ്റിവൽ 2025 സംഘടിപ്പിക്കുന്നത് ആരാണ്? കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ആൻഡ് DTPC. കോഴിക്കോട് DTPCയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ഇതിന്റെ ഭാഗമായി നടക്കുന്ന കയാക്കിംഗ് കോമ്പറ്റീഷനിലാണ്, ഈ ഒരു മത്സരത്തിലാണ് റാപ്പിഡ് രാജ, റാപ്പിഡ് റാണി എന്ന കിരീടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് റയാൻ ഒ കോണറും റത്ത ലോവൽ സ്മിത്തും. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് അർജുൻ സിംഗ് റാവത്ത്, ഉത്തരാഖണ്ഡ് സ്വദേശി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനിക അഭ്യാസം ബോൾഡ് കുരുക്ഷേത്ര. ഇന്ത്യ സിംഗപ്പൂരിന്റെ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് കുരുക്ഷേത്ര എന്ന് പറയുന്ന എക്സസൈസ്. കൂടാതെ ഇന്ത്യ സിംഗപ്പൂരിന്റെ മറ്റൊരു എക്സസൈസ് ഉണ്ട്, സിംബെക്സ്. നേവൽ എക്സസൈസ് ആയിട്ടുള്ള സിംബെക്സ്, സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ്. ഇതിപ്പോൾ ഇന്ത്യ സിംഗപ്പൂരിന്റെ മറ്റൊരു എക്സസൈസ് ആണ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്ന എക്സസൈസ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? സിംഗപ്പൂർ ആയിട്ടുള്ള ഒരു സൈനിക അഭ്യാസമാണ്, ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്ന എക്സസൈസ്. കൂടാതെ ഒരു നേവൽ എക്സസൈസ് ആണ് സിംബെക്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 14ാം പതിപ്പ് എവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്? ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്നത് ഡിഫൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോധ്പൂരിൽ വെച്ചാണ് 14ാമത്തെ ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് ബോൾഡ് കുരുക്ഷേത്ര. 4 സിംഗപ്പൂർ ആംഡ് ബ്രിഗേഡിയറിന്റെ 42ാമത് സിംഗപ്പൂർ ആംഡ് റെജിമെന്റും ഇന്ത്യൻ സൈന്യത്തിന്റെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റും തമ്മിലുള്ള അഭ്യാസം ഏതാണ്? ബോൾഡ് കുരുക്ഷേത്ര 2025 എന്ന എക്സസൈസ്. ബോൾഡ് കുരുക്ഷേത്ര എന്ന എക്സസൈസ് ഇത് സിംഗപ്പൂർ ആംഡ് ബ്രിഗേഡും ഒപ്പം തന്നെ ഇന്ത്യയുടെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റ് തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് നടക്കാൻ പോകുന്നത് ജോധ്പൂരിലാണ്. ജോധ്പൂർ എന്നത് രാജസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ബോൾഡ് കുരുക്ഷേത്ര 2025 എന്ന എക്സസൈസ് ജോധ്പൂരിൽ ഏതൊക്കെ തീയതികൾക്കിടയിലാണ് നടക്കുന്നത്? 2025 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 4 വരെ. ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു എക്സസൈസ് ആണ് ബോൾഡ് കുരുക്ഷേത്ര. ഇത് ഇന്ത്യ സിംഗപ്പൂരിന്റെ ആർമി എക്സസൈസ് ആണ്, ഒരു മിലിറ്ററി എക്സസൈസ് ആണത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ്: പാറ്റ ഗോൾ അവാർഡ് 2025 ഫോർ കേരള ടൂറിസം. കേരള ടൂറിസത്തിന് പാറ്റ ഗോൾ അവാർഡ് ലഭിച്ചു. പാറ്റ എന്നാൽ എന്താണ്? പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. ഈ ഒരു അവാർഡിൽ ഏത് കാറ്റഗറിയിലാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം.
2025 പാറ്റ ഗോൾഡ് അവാർഡ് കേരള ടൂറിസം ഏത് വിഭാഗത്തിലാണ് നേടിയത്? ഏറ്റവും ആകർഷമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന കാറ്റഗറിയിലാണ് കേരള ടൂറിസത്തിന് പാറ്റ ഗോൾഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും കേരളത്തിന് പാറ്റ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്നാണ് പാറ്റയുടെ ഫുൾ ഫോം. 2025 പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗോൾഡ് അവാർഡിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിരതയും സാമൂഹിക ഉത്തരവാദിത്വവും. സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സുസ്ഥിരതയും സാമൂഹിക ഉത്തരവാദിത്വം എന്ന ആ ഒരു തീമിലാണ് ഈ പ്രാവശ്യത്തെ 2025 പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്, ട്രാവൽ മാർട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലാണ് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന ആ ഒരു ക്യാമ്പയിനിൽ കേരളത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സീമ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ എ മെഡൽ ഇൻ ദി 5000 ഈവന്റ്. 5000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത സീമ. ഹിമാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള സീമ ഇന്ത്യയിലെ ദ ഫസ്റ്റ് മെഡൽ ആണ് 5000 മീറ്റർ ഈവന്റിൽ നേടിയിട്ടുള്ളത്. ഏത് ഈവന്റിലാണ് സീമ 5000 മീറ്ററിലെ ഗോൾഡ് നേടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. 2025 വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 5000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സീമ. ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിൽ ചമ്പ സ്വദേശിയായിട്ടുള്ള സീമയാണ് 2025 വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 5000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടിയിട്ടുള്ളത്. അത് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത 5000 മീറ്ററിൽ ഗോൾഡ് നേടുന്നത്. അത് ചമ്പ സ്വദേശിയായിട്ടുള്ള സീമയാണ്. യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 12 മെഡലുകൾ, 2 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം. ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 നടക്കുന്നത് ജർമ്മനിയിലാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി ഗെയിം നടന്നിട്ടുള്ളത് ജർമ്മനിയിലാണ്. ഇവിടെ വെച്ചാണ് ഇന്ത്യക്ക് 12 മെഡൽ ലഭിച്ചിട്ടുള്ളത്. 2 ഗോൾഡും 5 സിൽവറും 5 ബ്രോൺസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ജർമ്മനിയിലെ റൈൻ റുഹാറിൽ നടന്ന ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആർച്ചർമാരായ പർനീത് കൗർ, കുശാൽ ദലാൽ. അമ്പെയ്ത്തിലാണ് ഇന്ത്യയിലെ പർനീത് കൗറും കുശാൽ ദലാൽ എന്നിവർക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്. 2 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്, ഗോൾഡ്. ഒന്ന് സീമ 5000 മീറ്റർ ഈവന്റിലും മറ്റൊന്ന് അമ്പെയ്ത്ത് മത്സരത്തിൽ പർനീത് കൗർ, കുശാൽ ദലാൽ എന്നിവർക്കാണ് ഈ ഒരു സ്വർണം ലഭിച്ചിട്ടുള്ളത്. FISU വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചത് ഏത് ഇനത്തിലാണ്? ബാഡ്മിന്റൺ. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ബാഡ്മിന്റണിലെ ഒരു മെഡൽ ലഭിക്കുന്നത്. അത് വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ലഭിക്കുന്ന ആദ്യത്തെ മെഡൽ ആണ് ഇന്ത്യക്ക് ബാഡ്മിന്റൺ എന്ന ആ ഈവന്റിൽ. ഈ പ്രാവശ്യത്തെ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിലാണ് ഇന്ത്യക്ക് ബാഡ്മിന്റണിലെ ബ്രോൺസ് ലഭിക്കുന്നത്. ഫിസു എന്നാൽ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡു സ്പോർട്ട് യൂണിവേഴ്സിറ്റിയർ എന്നാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷൻ. വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഉദ്ഘാടന പതിപ്പ് ഏത് വർഷമായിരുന്നു? 1959. 1959 വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 2025 വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിലാണ് ഇന്ത്യക്ക് 12 മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഗോൾഡ്, 5 സിൽവർ, 5 ബ്രോൺസ് ആണ്. ഇതിൽ 2 ഗോൾഡ് നേടിയിട്ടുള്ള വ്യക്തികൾ ഒന്ന് സീമ അത്ലറ്റിക്സിൽ 5000 മീറ്ററിൽ, മറ്റൊന്ന് ആർച്ചറി അതായത് അമ്പെയ്ത്തിൽ പർനീത് കൗറും കൗശൽ ദലാൽ എന്നിവർക്കാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 17 പാർലമെന്റേറിയൻസ് ഗെറ്റ് ദി സൻസദ് രത്ന അവാർഡ് 2025. 2025 സൻസദ് രത്ന അവാർഡ് 17 പാർലമെന്റ് അംഗങ്ങൾക്ക് ലഭിച്ചു. പാർലമെന്റിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഈ പ്രാവശ്യം 2025 17 പേർക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 26 ന്യൂഡൽഹിയിൽ നടന്ന 2025 സൻസദ് രത്ന അവാർഡുകൾ എത്ര പേർ നേടി? 17 പാർലമെന്ററിമാർ. 17 പേർക്കാണ് ജൂലൈ 26 ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ ദ ഔട്ട്സ്റ്റാൻഡിംഗ് അതായത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള MP-മാർക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏത് മുൻ രാഷ്ട്രപതിയുടെ പഠിപ്പിക്കലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2010 സൻസദ് രത്ന അവാർഡ് ആരംഭിച്ചു? APJ അബ്ദുൽ കലാം.
അബ്ദുൽ കലാമിൻ്റെ ആ ഒരു ടീച്ചിങ് പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ ഇൻസ്പയർ ആയിക്കൊണ്ടാണ് 2010 സൻസദ് രത്ന അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ അവാർഡ് ചടങ്ങ് നടന്നിട്ടുള്ളത് ചെന്നൈയിൽ വെച്ചാണ്. ഈ പ്രാവശ്യം ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് ജൂലൈ 26 17 പേർക്ക് പാർലമെന്റേറിയൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: അടൽ പെൻഷൻ യോജന ക്രോസസ് 8 crore എൻറോൾമെന്റ്സ് ആസ് സ്കീം മാർക്സ് 10th ആനിവേഴ്സറി. അടൽ പെൻഷൻ യോജന പദ്ധതിയുടെ 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 8 കോടി അംഗങ്ങൾ ചേർന്നു. അതായത് ഒരു പെൻഷൻ സ്കീം ആണ് അടൽ പെൻഷൻ യോജന. സാധാരണക്കാർക്ക് അവർക്ക് വോളണ്ടറിലി പെൻഷനിലേക്ക് ജോയിൻ ചെയ്യുകയും അവർക്ക് ഓരോ മാസം പെൻഷൻ ലഭിക്കുന്ന പ്രൊജക്റ്റ് ആണ് ആരംഭിച്ചത്. ഇന്നിപ്പോൾ അതിൽ 8 കോടി ആളുകളാണ് എൻറോൾമെന്റ് നടത്തിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 10ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സന്നദ്ധ സംഭാവന പെൻഷനായ അടൽ പെൻഷൻ യോജന ഏത് വിഭാഗത്തിലുള്ള ആളുകളെയാണ് കേന്ദ്രീകരിക്കുന്നത്? ദരിദ്രർ, പിന്നോക്കം നിൽക്കുന്നവർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ. 10 വർഷം മുമ്പ് ആരംഭിച്ച ഒന്നാണ് അടൽ പെൻഷൻ യോജന. അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ദരിദ്രർ, പിന്നോക്കം നിൽക്കുന്നവർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയാണ്. കാരണം ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റാറ്റസ് അത് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒന്നാണ് അടൽ പെൻഷൻ യോജന. 8 കോടിയോളം ആളുകൾ ഇന്നിപ്പോൾ ആ പെൻഷൻ യോജനയിൽ അംഗങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തീയതിയിലാണ് അടൽ പെൻഷൻ യോജന APY ആരംഭിച്ചത്? 2015 മെയ് 9. 10 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള അടൽ പെൻഷൻ യോജന ഇത് ആരംഭിച്ചത് 2015 മെയ് 9 അന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആരംഭിച്ച ഒരു പ്രൊജക്റ്റ് ആണ്. അടൽ പെൻഷൻ യോജന നടത്തുന്നത് ആരാണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, PFRDA എന്നറിയപ്പെടുന്ന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അടൽ പെൻഷൻ യോജന ഇത് ആരംഭിച്ചിട്ടുള്ളത്. 2015 മെയ് 9 അടൽ പെൻഷൻ യോജന ദരിദ്രർ, പിന്നോക്കം നിൽക്കുന്നവർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു പ്രൊജക്റ്റ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.